ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീരു കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് അനു സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അനു ചേച്ചി സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോയതാണ്, അമ്മയെയും മുത്തശ്ശിയെയും കുഞ്ഞമ്മയെക്കുറിച്ചൊക്കെ ആലോചിച്ചതാണ് എന്ന് ചീരുവിനോട് അനു പറയാൻ കേട്ടോ. അല്ല, മുത്തശ്ശിക്ക് ആദ്യം തന്നെ നമ്മളെ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ, എന്ത് സന്തോഷമായിരുന്നു അവിടെ പോയപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സന്തോഷിച്ചത് മുത്തശ്ശിയായിരിക്കും എന്ന് ചീരു പറയാൻ കേട്ടോ. അപ്പോൾ അനു പറയണ്, നമ്മുടെ അമ്മ മരിക്കുന്നതിൻ്റെ മുന്നേ എത്രമാത്രം അധികം അമ്മയെ കാണാഞ്ഞിട്ട് വിഷമിച്ചിട്ടുണ്ടാവും. 21ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ കൂടെ വന്നതല്ലേ, പിന്നെ 42ാമത്തെ വയസ്സിൽ മരിക്കുന്നവരെയും മുത്തശ്ശിയെ കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, അമ്മയ്ക്ക് എത്രമാത്രം അധികം വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ അനു ചീരുവിനോട് പറയുകയാണ്. ആ സമയത്താണ് അമ്പിളി പറയുന്നത്, മുത്തശ്ശിക്ക് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്കാണ് അതിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ ചീരും അനു ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്താ ചേച്ചി പറഞ്ഞു വരുന്നത്? അല്ല, കുഞ്ഞമ്മയ്ക്ക് എന്തായാലും മക്കളില്ലല്ലോ, ഒരു ദത്തുപുത്ര മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് സ്വത്തുക്കളൊക്കെ കൊടുക്കുന്നതിലും ഭേദമാണല്ലോ നമുക്ക് തരുന്നത്, നമുക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണ്, അമ്മയുടെ സ്വത്തുക്കളല്ലേ അതെല്ലാം എന്നൊക്കെ അങ്ങനെ പറയട്ടെ. ഏതായാലും മുത്തശ്ശിയും കുഞ്ഞമ്മയും കൂടി ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച്, സ്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തായാലും സംസാരിക്കുമെന്ന് പറയണ്ട അമ്പിളി. അപ്പോൾ അനു ചേച്ചി എടുത്തു ചാടി ഓരോന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, എന്താ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, കാരണം നമുക്ക് നമ്മുടെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് രക്ഷപ്പെടാം. ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, സച്ചിസാറിനുള്ള പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഈ വീട് വിൽക്കാനല്ലേ തീരുമാനിച്ചിട്ടുള്ളത്, അപ്പോൾ നമുക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് കിട്ടിയാൽ പിന്നെ ഈ വീട് വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ അമ്പിളി പറയണത്. അങ്ങനെ അമ്പിളി പറയാം, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്, അല്ലാതെ എനിക്ക് മാത്രമല്ലല്ലോ എന്നൊക്കെ അമ്പിളി പറയാണ്. അപ്പോഴൊക്കെ അനുവും ചീരുവും കൂടി പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് അമ്പിളി കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി പോയ ശേഷം ചീരു പറയാണ്, അമ്പിളി ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്, അച്ഛനുമായിട്ട് സംസാരിക്കാം, അച്ഛൻ എന്തായാലും ഇതിനൊന്നും താല്പര്യമുണ്ടാവില്ല, കാരണം അമ്മയുടെ കൈ പിടിച്ചു വരുന്ന സമയത്ത് പോലും അച്ഛനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അതുകൊണ്ട് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് ചീരു പറയുമ്പോൾ, അങ്ങനെയല്ല, അമ്പിളി ചേച്ചി പറഞ്ഞ പോലെ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്, പിന്നെ അമ്മ കൂടി മനസ്സിൽ തോന്നിപ്പിച്ചത് കൊണ്ടായിരിക്കാം മുത്തശ്ശി ഇപ്പോൾ നമ്മളെല്ലാവരെയും കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് തന്നെ, അപ്പോൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉണ്ട്, എല്ലാവർക്കും കൂടി സംസാരിക്കാം എന്നൊക്കെ ചീരുവും കൂടി അനുവിനോട് പറയണ്ട. അപ്പോൾ അനു പറയുന്നുണ്ട്, ധൃതി വെക്കേണ്ട, എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്നൊക്കെ അനു പറയുകയാണ്. അങ്ങനെ അനു പറയണ, നമുക്ക് ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് നഷ്ടപ്പെടുകയാണല്ലോ എന്ന് പറയുമ്പോൾ, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, എൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ടെൻഷൻ വരുന്നു, നീ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മുടെ അമ്മയുടെ തറവാടിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു, ആ ശാപം കൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്ക് അമ്പിളി ചേച്ചിയും രഘുവേട്ടനും തമ്മിൽ മാത്രമാണ് ഒരു പ്രശ്നമില്ലാതെ അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ചീരു പറയണ, എൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്നതാണ് ഭേദം, അത്രയ്ക്കധികം ദുരിതമാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിട്ടേക്ക്. പക്ഷേ ദയക്ക് അങ്ങനെയല്ലല്ലോ, ദയക്ക് ശബരിയുമായി ചെറിയ വല്ല വാക്കുതർക്കവുമാണ് ഉണ്ടായിട്ടുണ്ടാവുക, അത് ദയക്ക് കുറച്ച് അഹങ്കാരം കൂടിയതിൻ്റെയാണ്, അതിപ്പോൾ ശബരി നാളെ വന്ന് ദയ ശബരിയുടെ കൂടെ പോവും, പിന്നെ ആ പ്രശ്നം അവസാനിക്കുമല്ലോ. പിന്നെ മഞ്ചാടിയുടെ കാര്യം, ഒരു കണക്കിന് ഗോകുലുമായിട്ടുള്ള വിവാഹം മുടങ്ങിയതിൽ നല്ലത് മാത്രമാണ്, മഞ്ചാടിയെങ്കിലും നല്ല പോലെ പഠിച്ച് ഒരു ഉയരത്തിൽ എത്തട്ടെ, അതല്ലേ ഏറ്റവും നല്ലത് ചേച്ചി. പിന്നെ ചേച്ചിയും ഇന്ദ്രേട്ടനും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്ദ്രേട്ടൻ കുറച്ച് സമയം ചോദിച്ചിട്ടല്ലേ ഉള്ളൂ ചേച്ചിയോട് എന്ന് പറയുമ്പോൾ അനു പറയണ, അങ്ങനെയല്ല, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ തോന്നുന്നുണ്ട്, ഓണത്തിന് പോലും ഇന്ദ്രേട്ടൻ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല, എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു വിപത്ത് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് അനു പറയാണ്. അപ്പോൾ ചീരു ഒന്നും മിണ്ടാതെ പിന്നെ നീട്ടു പോവാണ് കേട്ടോ. പിന്നീട് സുശീലയെ കാണാൻ വേണ്ടിയിട്ട് സുധൻ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പ്രതിഭയുടെ കല്യാണം മുടങ്ങിയതിനെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ജാതകം നോക്കിയ സമയത്ത് പ്രതിഭയുടെ ജാതകദോഷം കൊണ്ടാണ് അവരുടെ അച്ഛൻ മരിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ പയ്യൻ ഗൾഫിൽ പോയി ആരോടും പറയാതെ, അപ്പോൾ വിവാഹമൊന്നും നടന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കണക്കിന് അത് നന്നായുള്ളൂ, ഇങ്ങനെ സംശയമുള്ള ആളുടെ ജീവിതത്തിലേക്കാണ് പ്രതിഭ ചെന്നതെങ്കിൽ, പ്രതിഭ അവിടെ ചെന്നിട്ടാണ് അയാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, പ്രതിഭയ്ക്ക് ജീവിതകാലം മുഴുവനും ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവുകയില്ല എന്ന് സുശീല പറയാണ്. അപ്പോൾ സുധൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, എനിക്കും ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ഒരുപക്ഷെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും, എൻ്റെ പ്രതിഭയ്ക്ക് നല്ലൊരു പയ്യനെ എവിടെയെങ്കിലും ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ സുശീലയുടെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്, സത്യനുമായിട്ട് പ്രതിഭയുടെ കല്യാണം നടത്താമെന്നുള്ള ചിന്തയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പ്രതിഭ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ അച്ചടക്കത്തിൽ നിൽക്കുകയും ചെയ്യും, സത്യനെ എനിക്ക് നിലത്ത് നിർത്താനും കഴിയുമെന്നൊക്കെയാണ് സുശീല മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ സുധൻ സുശീലയോട് പറഞ്ഞിട്ടുണ്ടാവും, ജാതകം നോക്കിയ ജ്യോത്സ്യർ പറഞ്ഞു പ്രതിഭയുടെ ജാതകത്തിൻ്റെ ദോഷമാണെന്നൊക്കെ, അതൊക്കെ വെറുതെ പറയുന്നതാണ്,
ഒരു ജ്യോത്സ്യരും അങ്ങനെയൊന്നും പറയില്ല. ഇന്നിപ്പോൾ പൈസ കൊടുത്താൽ ഏത് ജ്യോത്സ്യർ വേണമെങ്കിലും എന്തും പറയും. അതിനൊക്കെയുള്ള ആളെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. അപ്പോൾ ഇതെല്ലാം തന്നെ കേട്ടും കൊണ്ട് സോന അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സോനയ്ക്ക് കാര്യം മനസ്സിലാവണ്. അന്ന് ഏട്ടൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറയിപ്പിച്ചത് വേണമെങ്കിൽ ഒരു പക്ഷേ പൈസ കൊടുത്തിട്ട് അമ്മ പറയിപ്പിച്ചതാവും എന്നൊക്കെ സോന മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അമ്മയുടെ പണി തന്നെയായിരിക്കും ഏട്ടൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു കുഞ്ഞു വരും എന്നുള്ള കാര്യം അമ്മയും ഹർഷയും കൂടിയിട്ട് പൈസ കൊടുത്ത് പറയിപ്പിച്ചതാവും എന്നുള്ള കാര്യമൊക്കെ സോനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സോന ഇവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സുശീല ആലോചിക്കുന്ന സമയത്ത് സുധൻ ചോദിക്കാൻ എന്ത് സുശീല ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളുടെ കല്യാണത്തെക്കുറിച്ചാണോ? അതെ, അത് തന്നെയാണ്. അല്ല, സത്യന് വേണ്ടിയിട്ട് ഒരു തവണ പ്രതിഭയെ നമ്മളെല്ലാവരും ആലോചിച്ചതല്ലേ, അത് പിന്നെ മുടങ്ങുകയല്ലേ? ഒരു പക്ഷേ ഇനിയാവും പ്രതിഭയും സത്യനും തമ്മിലുള്ള കല്യാണം നടക്കാൻ പറ്റിയ അവസരം, അതിനായിരിക്കും ഇങ്ങനെയൊക്കെ വന്നത് എന്ന് സുശീല പറയണേ. അത് കേട്ടതോടുകൂടി സുധന് നല്ല സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ സുധൻ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് സത്യനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടൽ ഇതിലും കൂടുതൽ ഒരു ഭാഗ്യം എൻ്റെ മോൾക്ക് ഇനി കിട്ടാനില്ല. പിന്നെ നമ്മളൊക്കെ കുടുംബക്കാരല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുമാണ് എന്നൊക്കെ പറഞ്ഞ് സുധന് നന്നായിട്ട് തന്നെ സന്തോഷം വരാൻ കേട്ടോ. സുശീല ഇക്കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ വരട്ടെ, ഞാൻ സമയമാകുമ്പോൾ പറയും, എന്തായാലും ഇവിടെ ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ സുധന് ഒരുപാട് ആശ്വാസമാവാൻ കേട്ടോ. അങ്ങനെ സുധൻ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ഇന്ദ്രൻ സച്ചി സാറിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി സാറും ഗോകുലും കൂടി കമ്പനിയിൽ നിന്നും ഇറങ്ങുന്ന ആ സമയവും അപ്പോഴാണ്, രാത്രിയിലാണ് ചെല്ലുന്നത്. അങ്ങനെ ഇന്ദ്രനോട് വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയതും അതിന് കാരണക്കാരിയായത് സുശീലയാണെന്നും പറയാണ്. അത് കേട്ടതോട് കൂടിയിട്ട് ഇന്ദ്രൻ പെട്ടെന്ന് ഷോക്ക് ആവാൻ കേട്ടോ. ഇവരെ എന്ത് പറഞ്ഞ് ഇനി സമാധാനപ്പെടുത്തണം എന്നുള്ള ഭാവത്തിലോട്ടോ. അങ്ങനെ ഇന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ പറയുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും കാര്യമില്ലല്ലോ ഇന്ദ്ര, ഇന്ദുവിൻ്റെ കല്യാണമാണ് മുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കല്യാണങ്ങളൊക്കെ പലതും ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും നല്ല സംശയത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നീട് അവർ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ്, അവരുടെ മനസ്സിൽ തോന്നിയ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇന്ദുവിനെ ചേർത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ധൈര്യത്തിലാണ് ഇന്ദുവിനെ ഞങ്ങൾ ഇനി ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ ഇന്ദ്രന് എന്ത് പറയണമെന്ന് അറിയാതെ ഇന്ദ്രനും ആകെ അങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഗോകുൽ പറയുന്നു, എൻ്റെ പഴയ സ്വഭാവം അനുസരിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അപവാദം എൻ്റെ അനിയത്തെക്കുറിച്ച് പറഞ്ഞവരെയും ആ പറഞ്ഞ ആളെയും കൊന്നു തള്ളുക തന്നെ ഞാൻ ചെയ്തേനെ എന്നൊക്കെ അങ്ങനെ ഗോകുൽ പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയണേ, ഇന്ദുവിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ രാഹുലുമായിട്ട് സംസാരിച്ചോളാം, അതെല്ലാം തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ സച്ചി സാറ് പറയണ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. കാരണം രാഹുൽ ഇന്ദുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതോടുകൂടി ഗോകുൽ അവൻ്റെ മേൽ കൈവച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ ബന്ധം നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഇന്ദ്രൻ പറയണ, സച്ചി സാറ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇന്ദു എൻ്റെ കൂടി അനിയത്തിയല്ലേ, അവൾക്ക് നല്ലൊരു ബന്ധം ഞാൻ തന്നെ ആലോചിച്ചു കൊണ്ടുപോയി. സച്ചി സാറ് പറയണ അതിനൊന്നും സമയമില്ല, 1 മാസം മാത്രമാണ് ഇനി സമയമുള്ളൂ. അവളുടെ ജാതകത്തിൽ ചെറിയ ദോഷമുണ്ട്. ഈ ഒരു കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് പിന്നെ ജീവിതകാലം മുഴുവനും കല്യാണം നടക്കില്ല എന്നാണ് ജാതകത്തിലുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ഗോകുൽ പറയണേ, എൻ്റെ അമ്മ കാരണമാണ് എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ ആയത്, അവളുടെ ജീവിതം ഇരുട്ടറയിലേക്കാണ് പോവാൻ പോകുന്നത് എന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ഇന്ദ്രനോട് പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഇന്ദ്രന് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അമ്മ എന്ത് പണിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, അമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ എന്നുള്ള ആ ഒരു ചിന്ത ഇന്ദ്രൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ സച്ചി സാറ് ഇന്ദ്രനോട് പറയുകയാണ്, ഇനിയിപ്പോൾ വേറൊരു പോംവഴിയുമില്ല, ആകെയുള്ള ഒരു പോംവഴി സത്യനും ഇന്ദുവും തമ്മിലുള്ള കല്യാണം നടത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഇതുവരെയും സത്യനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല, ആദ്യമായി പറയുന്നത് നിന്നോടാണ്. നീ തന്നെ വേണം ഇത് നിൻ്റെ അമ്മയോട് പറയാനും എന്നിട്ട് നിൻ്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാനും, എന്നതിൻ്റെ ശേഷം മാത്രം മതി സത്യനോട് ഇക്കാര്യം പറയല് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇന്ദ്രന് അതൊരു നല്ല പോംവഴിയാണെന്നുള്ള കാര്യം മനസ്സിലാവാൻ കേട്ടോ. ഇന്ദുവും സത്യനും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ സത്യൻ്റെ ജീവിതം ഒരു കരക്കാവുകയും ചെയ്യുമെന്നൊക്കെ ഇന്ദ്രൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ സച്ചി സാറിനോട് ഇന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം നടത്തുന്നതിൽ ഒരു വിരോധവുമില്ല, എനിക്ക് സന്തോഷം മാത്രമാണുള്ളത്, ഞാൻ അമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം എന്നും പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഇന്ദ്രൻ ആ ഒരു വാക്ക് പറയുമ്പോൾ ഗോകുലിനും സച്ചി സാറിനും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ വീട്ടിലെത്തിയ സുശീലയും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സുധൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സുശീല ഇന്ദ്രനോട് പറയുന്നത്. പ്രതിഭയുടെ കല്യാണം മുടങ്ങിയതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നല്ലൊരു അവസരമാണ്, സത്യനെയും പ്രതിഭയെയും ഒന്നിപ്പിക്കാൻ നല്ലൊരു അവസരമാണ്. പ്രതിഭയാവുമ്പോൾ സത്യനെക്കുറിച്ച് എല്ലാം
അറിയുന്നവളും പിന്നെ ഞാൻ പറയുന്ന പ്രതിഭ ജീവിക്കുകയും ചെയ്യും, നമുക്ക് അറിയാവുന്ന കുട്ടിയാണല്ലോ, പിന്നെ എൻ്റെ ഒരു അകന്ന ബന്ധുവും കൂടിയാണല്ലോ എന്നൊക്കെയാണ് കേട്ടോ സുശീല ഇന്ദ്രനോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ്. സത്യൻ്റെയും പ്രതിഭയുടെയും കല്യാണമാണല്ലോ അമ്മ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ സത്യ സാർ പറഞ്ഞ കാര്യം ഞാൻ അമ്മയോട് പറയും എന്നുള്ള ആ ഒരു പേടിയിലാണ് കേട്ടോ ഇന്ദ്രൻ ഇരിക്കുന്നത്. കാരണം സുശീല വാശി തീർക്കുകയാണ്. സത്യ സാറിനോടുള്ള പകയാണ് കേട്ടോ ഇന്ദുവിൻ്റെ കല്യാണം മുടക്കാനൊക്കെ സുശീല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ സത്യനും ഇന്ദുവും കൂടി ഒന്നിക്കാനുള്ള ആ ഒരു തീരുമാനം സുശീല അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇന്ദ്രൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ സത്യൻ ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദുവിൻ്റെ ജീവിതം മുടക്കിയത് അമ്മയാണെന്നുള്ളത് ആ ഒരു കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം കൊണ്ട് തന്നെ സത്യൻ ഇന്ദുവിനെ തന്നെ കല്യാണം കഴിക്കൂട്ടോ. കാരണം ഇന്ദുവിന് 1 മാസത്തിനുള്ളിൽ വിവാഹയോഗം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ഇന്ദുവിന് വിവാഹയോഗം ഉണ്ടാവില്ല എന്ന് ജ്യോത്സ്യർ പറഞ്ഞതൊക്കെ സത്യന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ സത്യന് സമ്മതമായിരിക്കൂട്ടോ. അങ്ങനെ ഇന്ദുവും സത്യനും കൂടിയുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത്. പ്രതിഭയുമായിട്ടുള്ള കല്യാണമല്ല കേട്ടോ. അപ്പോൾ സുശീല ഒരുപാട് എതിർക്കാനൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല.